എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളം കൈലാഷ് ചാനലിൻ്റെ 200ാമത്തെ വീഡിയോ ആണ്. അപ്പം ഈ ബുക്കിനെ സംബന്ധിച്ചവരെ 50ാമത്തെ വീഡിയോ ആണ്. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. എന്നും ഹാപ്പിയാണ്, പക്ഷേ ഇന്ന് ഞാൻ കൂടുതൽ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, നമ്മളുടെ കൈലാഷ് മലയാളം ചാനൽ തുടങ്ങി ജസ്റ്റ് 1 വർഷമേ ആയിട്ടുള്ളൂ. അപ്പം അതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടും എൻ്റെ കൂടെ ഉള്ളവരുടെ സഹായത്തോടും 200 എപ്പിസോഡ് നല്ല രീതിയിൽ എനിക്ക് അവതരിക്കാൻ പറ്റിയതിൽ ദൈവത്തിനോടും എൻ്റെ സഹപ്രവർത്തകരോടും വളരെ നന്ദിയുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ മോളാണ് ആദ്യം ഈ വീഡിയോ തുടങ്ങണമെന്ന് പറഞ്ഞത് കൊറോണ പീരീഡിൽ. അപ്പോഴൊക്കെ ഞാൻ അതിനെ തള്ളിക്കളഞ്ഞു. പിന്നെ എനിക്കത് പിന്നെയാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ വന്നത്. പിന്നെ എൻ്റെ ഗുരുക്കന്മാരും ഒരുപാട് പേര് എന്നെ പ്രോത്സാഹിപ്പിച്ചു. നിങ്ങൾ ഇത്രയും നാളുകൊണ്ട് പഠിച്ചതൊക്കെ മറ്റവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു സാറ് ഡയറക്റ്റായിട്ടേ പറഞ്ഞതാണ്, യൂട്യൂബിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് റീച്ചാകും, ഒരുപാട് പേർക്ക് ഇതൊക്കെ ആവശ്യമുണ്ട്, അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കത്താൽ എന്താ എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ശരി. അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വോയിസ് വന്നു, ശരി നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു 2 മാസം ഇങ്ങനെ മനസ്സിലിട്ടിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഇരുന്നു. മനസ്സിൽ തന്നെ ഞാൻ കണ്ടതാണ് എന്തൊക്കെ സംസാരിക്കേണ്ടിയേ. പക്ഷേ ഒരു കാര്യം, സ്പിരിച്വാലിറ്റി തന്നെയാണ് എൻ്റെ ടോപ്പിക് എന്നുള്ളത് കൺഫേം ചെയ്തു. വേറെ ഒന്നിലും എനിക്ക് വലിയ താല്പര്യമില്ല ഇപ്പോൾ. ഒന്നീ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ടീച്ചിങ് ഗ്രാമർ, ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ്, ഇത് രണ്ടുമാണ് ഇപ്പോൾ എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം സ്പിരിച്വാലിറ്റിയിൽ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചു. അപ്പം എന്തൊക്കെ ടോപ്പിക്കാണെന്ന് ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഓരോന്നായിട്ട് ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അടുക്കളയിൽ ജോലി ചെയ്താലും ശരി, വെളിയിൽ ജോലി ചെയ്താലും ശരി, കാറിൽ പോയാലും ശരി, ഈ ടോപ്പിക്സ് ഇങ്ങനെ വൺ ആഫ്റ്റർ ദി അതർ എൻ്റെ മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്നു. പിന്നെ വീട്ടിൽ വരുമ്പോൾ അതൊക്കെ ഒരു ബുക്കിൽ കുറിച്ചെടുത്തിടും. അങ്ങനെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും എനിക്ക് ഇത്രയും ദൂരം 200 വീഡിയോസ് ഭംഗിയായിട്ടിടാൻ പറ്റും. ആദ്യമൊക്കെ ദിവസം ഇട്ടുകൊണ്ടിരുന്നു. പിന്നെ അത് ബാക്കി കാര്യങ്ങളോട് അത് എൻ്റെ ഈ ട്രാവലുണ്ടല്ലോ, ഭയങ്കര ട്രാവലാണ്. എനിക്ക് ഒരു മാസത്തിൽ 15 ദിവസം ഞാൻ വീട്ടിൽ കാണത്തില്ല. ആ അമ്പലത്തിൽ, അവിടെ ഇവിടെ, ആ റിട്രീറ്റ്, ആ മെഡിറ്റേഷൻ, അങ്ങനെ ഇങ്ങനെയെന്ന് ചുമ്മാതെ പോയിക്കൊണ്ടിരിക്കും. അപ്പം എല്ലാം കൂടെ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഈ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ എന്നാക്കിയത്. അത് നിങ്ങളടുത്ത് പറഞ്ഞപ്പം നിങ്ങളും ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഈ 200 വീഡിയോ സക്സസ്ഫുൾ ആകാനും ഏകദേശം 1 വർഷത്തിനകം 6000-ന് മേൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടാനും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ വലിയ കാര്യമായിട്ട് വിചാരിക്കുന്നത്. നിങ്ങളെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനൽ വ്യൂവേഴ്സിന് മാത്രമായിട്ട് ഒരു സത്സംഗം വരെ എനിക്ക് നടത്താൻ പറ്റി. ആളുകൾ കുറവായിരുന്നു, പക്ഷേ വന്ന ആൾക്കാരെല്ലാം ജെനുവിനായിരുന്നു, വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരുന്നു. പഠിക്കണം, ഒരുപാട് വേറെ കാര്യങ്ങൾ പഠിച്ച് നേടണം. ചുമ്മാ വീഡിയോ കേട്ടോണ്ടിരുന്നാൽ പോരാ, ബുക്ക് വായിച്ചുകൊണ്ടിരുന്നാൽ പോരാ, സാധനങ്ങൾ ചെയ്യണം, സാധനമൊക്കെ എങ്ങനെയാണെന്ന് പഠിക്കണം, നേരിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് അത്രയും ആഗ്രഹത്തോടെ വന്നു. അവർ പഠിക്കുന്നുണ്ട്. ഇന്നലെ ഒരു വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു. അതിലൊരു പാർട്ടിസിപ്പൻറ്റ് മാഡത്തിൻ്റെ ഈ മർഫിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ വീഡിയോ കേട്ടു. അതിൽ കേൾക്കുന്നുണ്ട്, ദിവസം സ്ഥിരം കേൾക്കുന്നുണ്ട്. അതിൽ ഒരു മെത്തേഡ് ഞാൻ എടുത്ത് ചെയ്തു, എനിക്ക് സക്സസ്ഫുള്ളായി മാഡം, അത് പറയാനാണ് ഈ വോയിസ് ഇടുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് ഒരു വോയിസ് ഇട്ടു. അതൊക്കെയാണ് നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. അപ്പം ഇത് ചെയ്യാനും, വീഡിയോ ചെയ്യാനും, ബുക്കൊക്കെ വായിക്കാനും അത് ചെയ്യാനും ദൈവം എനിക്ക് ഏതോ നല്ല ഒരു ശക്തിയെ തരുന്നു. അതിന് നന്ദി. പിന്നെ എഡിറ്റിങ്ങിലാണെങ്കിലും വിഷ്ണു എന്നൊരു പയ്യനുണ്ട് ഇവിടെ, അവനാണ് എന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ സഹായിച്ചത്. പിന്നെ
എഡിറ്റിംഗ് ദിവസം വന്ന് ചെയ്യുന്നുണ്ട്. അത് എപ്പോൾ എടുക്കുന്നോ അപ്പോഴൊക്കെ കയ്യോടെ എഡിറ്റിംഗ് ചെയ്ത് ഇട്ടിട്ടായിരിക്കും പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അവൻ 3 മാസം ഒരു ഫിലിം എഡിറ്റിങ്ങിന് വേണ്ടി ദുബായ് പോയപ്പം എൻ്റെ മോക്ക് പറഞ്ഞു കൊടുത്തു, അവൾ ചെയ്തു. പിന്നെ ഞാൻ ജപ്പാൻ പോയപ്പം മോൻ ചെയ്തു. പിന്നെ ഇവർ 3 പേരും ഉള്ളതുകൊണ്ടാണ് ഞാൻ എഡിറ്റിംഗ് പഠിക്കാത്തത്. അവരൊക്കെ ചെയ്തോളാം, ആരെങ്കിലും ഒരാളുണ്ടല്ലോ. അപ്പം ഇവർക്ക് 3 പേർക്കും എൻ്റെ നന്ദി. ദൈവത്തിനും നിങ്ങൾക്കും ഈ 3 പേർക്കും. ബാക്കി എത്രയോ പേര് ഇൻഡയറക്റ്റായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. നല്ല നല്ല കമൻസ് ചോദിക്കുന്നുണ്ട്, കമൻസ് തരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഇതെന്താ അങ്ങനെ ചെയ്ത്, ഇതെന്തിനാ ഇങ്ങനെ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ. അപ്പോൾ എല്ലാവരും ആരെന്ത് പറഞ്ഞാലും ഞാൻ അതിനെ പോസിറ്റീവായിട്ട് എടുത്ത് അതിനെ ഇനിയും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നൊക്കെ ആണ് എൻ്റെ നോട്ടം. അല്ലാതെ വേറെ അതിൽ ഇന്ന് വരെ മോണിറ്റൈസേഷനൊക്കെ ആയി കിടപ്പുണ്ട്. പക്ഷേ എത്ര പൈസ വന്ന്, എത്ര രൂപ അതിനകത്ത് കിടപ്പുണ്ടെന്ന് ഞാൻ നോക്കിയിട്ടേ ഇല്ല. എനിക്കത് അതിലല്ല. എനിക്ക് എൻ്റെ വീഡിയോ കണ്ട് ആരുടെയെങ്കിലും ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വന്നാൽ, പോസിറ്റീവ് ലൈനിലോട്ട് ചില മാറ്റങ്ങൾ വന്നാൽ, അതായിരിക്കും എനിക്ക് കിട്ടുന്ന റിവാർഡ്, ഗിഫ്റ്റ്. അല്ലാതെ അതിന് മുകളിൽ എനിക്ക് യാതൊന്നും വേണ്ട. അപ്പം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നിങ്ങളെല്ലാവരുടെയും തുടർന്നുള്ള സപ്പോർട്ട് എനിക്ക് വേണം. ഓക്കെ, അതുകൊണ്ടായിരിക്കുമെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാൻ പറയുന്നത്. ഓക്കെ, ശരി. ഇപ്പം നമുക്ക് വീഡിയോയിൽ ഉള്ള കാര്യങ്ങൾ എന്തുവാന്ന് നമുക്ക് നോക്കാം. ഇതിന് ടൈറ്റിൽ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ടത്. അതായത് ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞ് തൊട്ട് വലിയ ആൾ വരെ എല്ലാ ദിവസവും ഓരോ നിമിഷവും പാലിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് ഇതിനകത്ത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ ജോസഫ് മർഫി അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിന് ഞാൻ തന്നെ ഒരു ടൈറ്റിൽ അങ്ങ് ഉണ്ടാക്കി. അതായത് ഡോണ്ട് റിയാക്ട്, ഓൺലി റെസ്പോണ്ട്. ഇതാണ് ടൈറ്റിൽ. ആദ്യം ഞാൻ ടൈറ്റിലിനെ കുറിച്ച് കുറച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഡോണ്ട് റിയാക്ട്. ഡോണ്ട് റിയാക്ട് എന്ന് വെച്ചാൽ, റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ആക്ഷൻ, റിയാക്ഷൻ. ഇപ്പോൾ നമ്മളൊരു പന്തിനെ എടുത്ത് ചെവിറ്റിൽ എറിയുന്നു, അത് ആക്ഷൻ. റിയാക്ഷൻ എന്തുവാ? പന്ത് അതേ വേഗത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ 2 ഇരട്ടി വേഗത്തിൽ തിരിച്ച് എന്നെ നോക്കി വരുന്നു, അത് അതിൻ്റെ റിയാക്ഷൻ. അപ്പം ആര് നമ്മളടുത്ത്, ഇത് നമ്മൾ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പം ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആണെങ്കിലും വേറെ ഏതൊരു കാര്യമാണെങ്കിലും ഒരാൾ നമ്മളടുത്ത് ഒന്ന് പറയുമ്പം ഉടനെ അതിനെ തിരിച്ചടിക്കാൻ നോക്കരുത്, ഉടനെ അതിനെ റിയാക്ട് ചെയ്യാൻ നോക്കരുത്. അത് പോസിറ്റീവ് കമൻ്റ് ആണെങ്കിലും ശരി, നെഗറ്റീവ് കമൻ്റ് ആണെങ്കിലും ശരി. അപ്പം ആരെങ്കിലും വന്ന്, അയ്യേ നിങ്ങളുടെ മുഖം എന്താ ഇന്ന് ഒരു വാട്ടം, ഇതൊക്കെ ആളുകളുടെ നേച്ചറാണ്. അവർക്ക് നമ്മൾ സന്തോഷമായിരിക്കുന്നത് ചിലപ്പോൾ കണ്ടാൽ കുശുമ്പായിരിക്കും, കണ്ണുകടിയാണ്. അതുകൊണ്ട് തന്നെ വേണമെന്നേ വെച്ച് മെനക്കെട്ട് വന്ന് നമ്മളടുത്ത് പറയും, ഇന്നെന്താ മുഖത്തൊരു വാട്ടം, വീട്ടിലെന്തെങ്കിലും വഴക്കുണ്ടായോ എന്നുവെച്ചാൽ അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവരത് പറയുന്നത്. അപ്പം നമുക്ക് ഉടനെ അതിനെക്കുറിച്ച് റിയാക്ഷൻ ചെയ്യാൻ പാടില്ല. അതെ, എൻ്റെ വീട്ടിലെന്താ വേണ്ടത്, നിനക്കെന്താ, എൻ്റെ ജോലി നോക്ക്, പണി നോക്ക്, അങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ല. അതേപോലെ ഇന്ന് നല്ല നല്ല ഡ്രസ്സിങ് ആണല്ലോ, നല്ല കോമ്പിനേഷൻ ആണല്ലോ, ഈ ചുടിദാർ വളരെ നന്നായിട്ടുണ്ട്, നല്ല ചേർച്ചയാണ്. ഉടനെ നമ്മളങ്ങ് പൊങ്ങിപ്പോകരുത്, ആകാശത്ത് പറക്കാൻ തുടങ്ങരുത്. ആണോ, താങ്ക്സ്, അത്രയേ ഉള്ളൂ. ഈ സമാധാനമായിട്ട് ആണോ, ചേരുന്നുണ്ടോ, താങ്ക് യു, അത് പറയുന്നതിന് പേരാണ് റെസ്പോണ്ട്. നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. ഇപ്പം ഇന്ന് ടീച്ചറുടെ മുഖത്ത് നല്ല ഒരു സന്തോഷമുണ്ട്, എന്തോ ഉണ്ട് എന്ന് പറയുമ്പോഴേ
ഇങ്ങനെ ഇരുന്നാൽ എന്തോ അർത്ഥം? അത് മനുഷ്യനല്ല, ആനിമൽസിന് പോലും ഒരു ചേരുന്ന യോജിക്കുന്ന ഒരു റിയാക്ഷൻ അല്ല. അപ്പം അതിൻ്റെ പേരാണ് റെസ്പോണ്ട് എന്ന് പറയുന്നത്. റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഏറ്റ പോലെ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ചിരി, ഒരു തലയാട്ടക്ക, ഒരു മൂളക്ക, ആണോ, താങ്ക് യു, യു വെൽക്കം, ഇതൊക്കെ പറയുന്നില്ലേ ചെറിയ ചെറിയ വാക്കുകൾ, അതിനാണ് റെസ്പോണ്ടിങ്. റെസ്പോണ്ടിങ് എന്ന് വെച്ചാൽ തിരിച്ച് നമ്മൾ ഏതോ ഒരു രീതിയിൽ അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും വേണ്ട, റിജക്റ്റ് ചെയ്യും വേണ്ട, നിങ്ങൾ അതിനോട് യോജിക്കുന്നുവെന്നും വേണ്ട, യോജിക്കുന്നില്ല എന്നും വേണ്ട. അതായത് അവർ പറയുന്ന ഒരു കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും വേണ്ട, ഇഷ്ടപ്പെട്ടില്ലെന്നും ആയിരിക്കട്ടെ, എന്തോ ആയിരിക്കട്ടെ. അവർ പോസിറ്റീവ് പറഞ്ഞാലും ശരി, നെഗറ്റീവ് പറഞ്ഞാലും ശരി. ഇപ്പോൾ പോസിറ്റീവ് പറയുമ്പോഴത്തേക്ക് ഓടിപ്പോയി അങ്ങ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച്, ഓഹോ, അത് റിയാക്ഷൻ, അത് വേണ്ട. അതേസമയത്ത് ഒരു നെഗറ്റീവ് കമൻറ്റ് പറയുമ്പോഴേ ഒറ്റ അടി, എന്നെയാണോ അങ്ങനെ പറഞ്ഞേ, അതും വേണ്ട. ഓക്കെ, രണ്ടും വേണ്ട. അതേ സമയത്ത് ഒന്നുമില്ലാതെ ഒരു കല്ല് പോലെ ഇങ്ങനെ ഇരുന്നാൽ എന്തു അർത്ഥം? അത് തെറ്റ്. അതേ സമയത്ത് നമ്മൾ അതിനെ അവരുടെ മുഖത്ത് നോക്കുക, അക്സെപ്റ്റ്, ഒരു ചിരി ചിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ രീതിയിൽ അവർ പറഞ്ഞത് നമ്മളുടെ കാതി വീണു എന്നെങ്കിൽ അവർക്ക് അറിയിക്കണ്ടേ, ആണോ, ഓക്കെ, എന്താ മുഖം വാടിയിരിക്കുന്നേ, വീട്ടിലെന്തോ വഴക്കുണ്ടായിട്ടുണ്ട്, ഏയ് ഐ എം ഹാപ്പി. അപ്പോൾ ഇത് ന്യൂട്രൽ അടിച്ചിരുന്ന് പറയുന്ന കാര്യം, അതിന് പേരാണ് റെസ്പോണ്ടിങ്. അപ്പം ഇത് കൊച്ചുനാളിൽ കൊച്ചുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ലൈഫ് ലോങ് നമുക്ക് വേണ്ടിയ ഒരു കാര്യമാണ്. അതെന്തുവാണ്? ഡോണ്ട് റിയാക്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നമുക്കിഷ്ടമില്ല, ഏയ് ശരിയല്ല, നിങ്ങൾ ഒന്നും ശരിയല്ല, നിങ്ങൾ പറഞ്ഞ ഒന്നും ശരിയല്ല, ഞാൻ ഒറ്റ അടിക്ക് കൊടുക്കും, മുഖം കാണുമ്പോൾ കൊടുക്കുക. അങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ല. അതേ സമയത്ത് ആണോ, ആ ശരി, നോക്കാം, ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് അതിനെ റെസ്പോണ്ട് ചെയ്യുക. ഒന്നുമേ ചെയ്യാതെ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കല്ലുപോലെ കുത്തിയിരുന്നാലും അവർക്ക് രസിക്കത്തില്ല, ഇഷ്ടപ്പെടത്തില്ല. അത് നമുക്ക് യോജിച്ച ഒരു റിയാക്ഷൻ അല്ല. ഓക്കെ, അപ്പം റിയാക്ഷൻ എങ്ങനെ വേണമെന്ന് വെച്ചാൽ മൈൽഡായിട്ടിരിക്കണം. അവിടുന്ന് വരുന്നത് നല്ലതോ ചീത്തയോ പോസിറ്റീവോ നെഗറ്റീവോ, നമ്മളെ പുകഴ്ത്തി പറയുന്നോ, നമ്മളെ താത്തുകെട്ടി പറയുന്നോ, നമ്മളെ കുറ്റപ്പെടുത്തുന്നോ, നമ്മളെ കുത്തുവാക്കുകൾ കൊണ്ട് നോവിപ്പിക്കാനാണോ, കോംപ്ലിമെൻറ്റ്സ് ആണോ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അതിന് റിയാക്ട് ചെയ്യാൻ പാടില്ല. നീ അങ്ങനെയാണോ പറയുന്നത് എന്നെ, ഞാൻ ഇങ്ങനെയാ, നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, ഉടനെ ഒരു വഴക്കിടുക, അതാണ് റിയാക്ഷൻ. അപ്പം നമ്മൾ ഏതൊരു സിറ്റുവേഷനിലും എടുത്ത വായിൽ അല്ലെങ്കിൽ എടുത്ത ഉടനെ ഒരു റിയാക്ഷൻ കാണിക്കാൻ പാടില്ല. നാളെ നമ്മൾ തന്നെ നമ്മളുടെ റിയാക്ഷന് വേണ്ടി ദുഃഖിക്കേണ്ടി വരും. അതിനെക്കാട്ടിലും റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണോ, ഓക്കെ, ന്യൂട്രൽ അടിച്ച് അവർ പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും ഓക്കെ, അതിനെക്കുറിച്ച് സംതിങ് യു ഷോ, അതിന് പേരാണ് റെസ്പോണ്ട്. ഇപ്പം ഇവിടെ ഒരു 3 എക്സാമ്പിൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോവാണ്. നമ്മുടെ ജോസഫ് മർഫി എഴുതിയിട്ടുള്ളത് കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ അത് വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, ദ ഡെയിലി ഹെഡ്ലൈൻസ് മെയ്ഡ് ഹിം സിക്ക്. അത് ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം. അതായത് ഒരു ലേഡി ഈ ഡോക്ടർ മർഫിക്ക് ഒരു കത്തെഴുതി അവരുടെ ഹസ്ബൻഡിനെ കുറിച്ച്. അതായത് ഈ ദിവസവും ന്യൂസ് പേപ്പർ, ഇപ്പോഴൊക്കെയാണ് ഈ ന്യൂസ് പേപ്പർ വായിക്കുന്നതൊക്കെ ഈ ഡിജിറ്റലായിട്ട് വന്നത്. പണ്ടൊക്കെ രാവിലെ തന്നെ ന്യൂസ് പേപ്പർ കൊണ്ടിടും. അപ്പോൾ ഞാനൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഹിന്ദു വായിച്ചുകൊണ്ടിരുന്നതാണ്. ചെന്നൈയിലൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ വന്നേ പിന്നീടും ഹിന്ദു തന്നെയാണ് വായിച്ചുകൊണ്ടിരുന്നത്.
അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കുറേ ഇംഗ്ലീഷും അത് ഇതുമൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയത്. എന്നുവെച്ചാൽ ഹിന്ദു എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് പേപ്പറാണ്, നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു പേപ്പറാണ്. അങ്ങനെ അപ്പം ഇങ്ങേരെ അക്കാലത്തൊക്കെ ന്യൂസ് പേപ്പർ ഒന്നേ ഉള്ളൂ. അപ്പം ടി വി ഇല്ല, മൊബൈലില്ല, വാട്സപ്പില്ല, ഒന്നുമില്ല. അപ്പം ന്യൂസ് പേപ്പറിനാണ് ആളുകൾ കാത്തിരിക്കും രാവിലെ. എത്രയോ പേര് രാവിലെ എണീച്ച് കാത്തിരിക്കും. എന്നുവെച്ചാൽ ആ ന്യൂസ് പേപ്പറിലാണ് ഇൻ്റർനാഷണൽ ന്യൂസ്, നാഷണൽ ന്യൂസ്, ലോക്കൽ ന്യൂസ്, റീജിയണൽ ന്യൂസ് എല്ലാം വരുന്നത്. അപ്പം ലോകത്തിനെക്കുറിച്ച് ഒട്ടുമൊത്തം അറിയണമെങ്കിൽ ആ ന്യൂസ് പേപ്പർ വായിച്ചാൽ മതി. അങ്ങനെയാണ് ന്യൂസ് പേപ്പറിൻ്റെ ഉപയോഗം തുടങ്ങിയത്. അപ്പം ഇയാൾ ന്യൂസ് പേപ്പർ വായിച്ച് അതായത് ഈ സ്ത്രീ അതായത് ഡോക്ടർ ജോസഫ് മർഫിക്ക് കത്തെഴുതിയ സ്ത്രീയുടെ ഹസ്ബൻഡ് ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ഈ അങ്ങേർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പം കിടന്ന് വഴക്കിടാൻ തുടങ്ങും. അവരുടെ കൂടെ അല്ല, എഴുതിയവരുടെ കൂടെ അല്ല, ഭാര്യയുടെ കൂടെ, അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ബഹളം വയ്ക്കും. ഇത് ഈ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് പല സ്ഥലത്തു നിന്നും കിട്ടുന്ന ന്യൂസാണ്. ഈ ന്യൂസ് എന്ന് പറഞ്ഞാലേ നിങ്ങൾക്കെല്ലാം അറിയാം, 4 ഡയറക്ഷനിൽ നിന്ന് വരുന്ന ഇൻഫർമേഷനാണ്. അതുകൊണ്ടാണ് ന്യൂസ്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, അതിനെയാണ് ന്യൂസ് എന്നാക്കിയത്. അപ്പം 4 ദിക്കിൽ നിന്നും കിട്ടുന്ന ന്യൂസുകളെ രാത്രി 12 മണി വരെ എടുത്ത് പിന്നെ എല്ലാം കൂടെ ചേർത്ത് അടുക്കി വെച്ച് പ്രിൻ്റ് ചെയ്ത് രാവിലെ 6 മണിക്ക് 4 മണിക്കെല്ലാം വെളിയിൽ ഇറക്കും. അതാണ് അവരുടെ ജോലി. അപ്പം അതിൽ ഈ ന്യൂസ് തരുന്നതിന് പുറമേ ഒരുപാട് പേര് കോളംനിസ്റ്റ് എന്ന് പറയും. കോളംനിസ്റ്റ്, ഫ്രീലാൻസർ, റൈറ്റർ എന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ സ്ഥിരം ന്യൂസ് പേപ്പറിൽ എഴുതും. ഇപ്പം നമ്മൾ സ്ഥിരം വീഡിയോ ഇടുന്നില്ലേ, അതുപോലെ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ, അല്ലെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ, അല്ലെങ്കിൽ സാറ്റർഡേ, സൺഡേ, അങ്ങനെയൊക്കെ ചിലർ എഴുതും. ആർട്ടിക്കിൾസ് റെഗുലറായിട്ട് എഴുതും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം എല്ലാ ദിവസവും ഹിന്ദുവിൽ ചൊവ്വാഴ്ച നോ യുവർ ഇംഗ്ലീഷിന് ഒരു ചെറിയ റൈറ്റപ്പ് വരും. അത് ഹൈദരാബാദിലുള്ള ഒരു ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോഴും ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഉപേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഉപേന്ദ്രൻ എന്നുള്ള ഒരാൾ എല്ലാ ചൊവ്വാഴ്ചയും അകത്ത് 3rd പേജിലോ 5th പേജിലോ നോ യുവർ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കുഞ്ഞു കാര്യങ്ങൾ തരുമായിരുന്നു. അപ്പം ഞാൻ ഹെഡ്ലൈൻ പോലും വായിക്കത്തില്ല, അതാണ് നോക്കുന്നത്. ചൊവ്വാഴ്ചയാകുമ്പോൾ അത് നോക്കും. അതുമാത്രമല്ല, എല്ലാവരും വായിച്ച പിന്നീട് ആ ഭാഗം ആ നോ യുവർ ഇംഗ്ലീഷ് വെട്ടി ഒട്ടി ഫയലാക്കി വയ്ക്കും. ഈ ലൈബ്രറിയൻ ചെയ്യുന്ന പോലെ, ഒരു ലൈബ്രറിയൻ ചെയ്യുന്ന പോലെ ഞാൻ പേഴ്സണലായിട്ട് ആ ഫയൽ കുറേ നാൾ വെച്ചിരുന്നു. പിന്നെ ആർക്കോ എടുത്തു കൊടുത്തു, പഠിച്ച് നന്നാവട്ടെ എന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ ഒരുപാട് പേര് ന്യൂസ് പേപ്പറിൽ എഴുതാറുണ്ട്. അതിൽ ചിലർ എഴുതുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ലെന്ന് വെച്ചാൽ എഴുതുന്ന വിഷയം ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഇദ്ദേഹം വിചാരിക്കുന്നതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പം കിടന്ന് വിളിക്കാൻ തുടങ്ങും. ബഹളമാണ് വീട്ടിൽ. അയാളെക്കുറിച്ച് ചീത്ത പറയുക, തെറി വിളിക്കുക, ദേഷ്യപ്പെടുക, ഇങ്ങനെ ഈ റിയാക്ട് ചെയ്ത് ഇദ്ദേഹത്തിന് അൾസർ വന്നു. വയറ്റിൽ അൾസർ വന്ന് ബ്ലീഡിങ് അൾസറായി ഭയങ്കര ചികിത്സയ്ക്ക് കൊണ്ടുപോകേണ്ടി വന്നു. വയറുവേദന, അൾസർ എന്ന് പറഞ്ഞാൽ വയറുവേദന. ഈ വയറുവേദന എന്ന് പറഞ്ഞാൽ ഈ ടെൻഷൻ, സ്ട്രെസ്സ്, ദേഷ്യം, ഇതൊക്കെയാണ് അൾസറിൽ കൊണ്ട് നിർത്തുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഹസ്ബൻഡിനെ കൊണ്ടുപോയി ചികിത്സിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. എന്തായാലും അവരും സഹികെട്ടാണ് ഡോക്ടർ മർഫിക്ക് ഒരു ലെറ്റർ എഴുതിയത്. അപ്പോൾ ഡോക്ടർ മർഫി ഇദ്ദേഹത്തിനെ വിളിച്ചു, ഒന്ന് വരാമോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നോക്ക്, നിങ്ങൾ ന്യൂസ് പേപ്പറിൽ വായിക്കുന്നതിനെല്ലാം ഇങ്ങനെ എടുത്ത് ചാടി നിന്ന് ദേഷ്യപ്പെട്ട് വീട്ടിൽ അലോഹ്യം ഉണ്ടാക്കുന്നത് ഒട്ടും ശരിയല്ല. നിങ്ങൾ കിടന്ന് ചാടുന്നതിലാണ്, നിങ്ങൾ ഇത്രയും സ്ട്രെസ്സ് എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അൾസർ വന്നത്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതും ന്യൂസ് പേപ്പറിൽ. അത് കണ്ടുകൊണ്ട് നിങ്ങൾ കിടന്ന് വീട്ടിൽ ചാടേണ്ട കാര്യം എന്തുവാ? അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? നിങ്ങൾ ഇമോഷണലി ഇമ്മെച്യൂർഡാണ് എന്ന്
നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു. ഇപ്പം ഇതേ വാക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞിരുന്നെങ്കിൽ 2 എണ്ണം കൊടുത്തിരുന്നേ. നിങ്ങൾ ഇമോഷണലി ഇമ്മേച്വറാ മനുഷ്യ, എന്തോ ഒന്നും കൊള്ളരുതാത്തതാ, വല്ലവനും എഴുതിയെന്ന് വിചാരിച്ച് നിങ്ങളൊക്കെ കിടന്ന് ചാടുന്ന എന്തിനാ ഇവിടെ കിടന്നു എന്നായിരിക്കും നമ്മൾ പറയുന്നത്. നമ്മളുടെ ലോക്കൽ ലാംഗ്വേജിൽ അങ്ങനെ പറയും. അപ്പോഴത്തേക്ക് അയാൾക്ക് കൂടുതൽ ദേഷ്യം വരത്തേ ഉള്ളൂ. ഇനി അവരെയും കൂടെ പിടിച്ച് ചാടുമായിരിക്കും. പക്ഷേ ഇവർ അങ്ങനെ ചെയ്യാതെ ഡോക്ടർ മർഫിക്ക് ലെറ്റർ എഴുതി ഡോക്ടർ മർഫി പ്രൊഫഷണലായിട്ട് അദ്ദേഹത്തിനെ വരാൻ പറഞ്ഞ് നല്ല രീതിയിൽ അഡ്വൈസ് കൊടുത്തു. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് ഒട്ടും ശരിയല്ല. നിങ്ങളുടെ ദേഹത്തിന് അസുഖം വന്നത് തന്നെ ഈ ഇമോഷണലി ഇമ്മച്യൂറായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ്. ബ്ലീഡിങ് അൾസർ വരെ ആയി. അപ്പം നിങ്ങൾക്ക് ഇമോഷണൽ റീകണ്ടീഷനിങ് വേണം. റീകണ്ടീഷനിങ് എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യും. അതായത് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകം ഒട്ടുക്കെ സ്വാതന്ത്ര്യമുണ്ട്. എന്തോ ഇതിന് ഫ്രീഡം ടു എക്സ്പ്രസ്, ഫ്രീഡം ഓഫ് സ്പീച്ച്. നമുക്ക് മനസ്സിലുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ, പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് വിചാരിച്ച് എല്ലാം മനസ്സിലുള്ളതെല്ലാം വിളിച്ചു കൂവി പറയണമെന്നല്ല. എന്നാലും ചിലർ അവരവരുടെ അഭിപ്രായങ്ങൾ ന്യൂസ് പേപ്പറിൽ എഴുതുന്നു. ഇപ്പം ന്യൂസ് പേപ്പറിലും എഡിറ്ററുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവരും അത് ഓക്കെ എന്നുള്ളത് കൊണ്ടല്ലേ അവർ ഒരു ഒപ്പീനിയനായിട്ട് എടുത്ത് അതിനെ പബ്ലിഷ് ചെയ്യുന്നേ. അതിന് ഇങ്ങേര് കിടന്ന് വീട്ടിൽ കിടന്ന് വഴക്കിടേണ്ട ആവശ്യം എന്തുവാ? കിടന്ന് തുള്ളേണ്ട ആവശ്യം എന്തുവാ? ദേഹത്തിന് അസുഖം പിടിക്കുന്ന രീതിയിൽ അങ്ങേര് മസിലും പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പം അപ്പം എല്ലാവർക്കും ഫ്രീഡം ഓഫ് തോട്ട് ഉണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, ഫ്രീഡം ടു റൈറ്റ് ഉണ്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്. നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു സൊസൈറ്റിയിലുള്ള നോംസ് അനുസരിച്ച് നമ്മൾ സംസാരിക്കണം, എഴുതണം, അതൊക്കെ ഉണ്ട്, റൂൾസ് ഉണ്ട്, പാലിക്കേണ്ട റൂൾസ് ഉണ്ട്. എന്നാലും ഇപ്പം അതുമാത്രമല്ല, ഇപ്പോൾ ഒരുപാട് പേര് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കുംഭമേള നടന്നു. കുംഭമേള നടന്നതിനെക്കുറിച്ച് എത്രയോ വീഡിയോസ്, എത്രയോ പേഴ്സണൽ കമൻസ്, എത്രയോ ആർട്ടിക്കിൾസ് എല്ലാ ന്യൂസ് പേപ്പറിലും അതിനെക്കുറിച്ച് എഴുതി. ഇല്ല, എഴുതുന്നതിൽ എന്തിരിക്കുന്നത് തെറ്റ്? അത് കാണുന്നവർ അവരെ പോയി കണ്ടു, പോകാതെയും അതിനെക്കുറിച്ച് പറഞ്ഞു. പല സോഴ്സിൽ നിന്നും അവർ അതിനെക്കുറിച്ച് പറഞ്ഞു, എഴുതി, ന്യൂസ് പേപ്പറിൽ എഴുതുന്നു, വീഡിയോ ഇടുന്നു, യൂട്യൂബിൽ ഇടുന്നു. വാട്ട് ഈസ് റോങ്? തെറ്റില്ല. അതിനുവേണ്ടി നമ്മൾ കിടന്ന് ഇവിടെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തപ്പം അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ ഉണ്ടല്ലോ, അദ്ദേഹം തന്നെ തൻ്റെ ഇത്രയും നാളത്തെ ഇമ്മേച്ചോർഡെന്ന് വെച്ചാൽ മനസ്സിനൊരു മുതിർച്ചയില്ല, ഒരു വളർച്ചയില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കിടന്ന് റിയാക്ട് ചെയ്യുന്നത്. റെസ്പോണ്ട് ചെയ്യേണ്ട ഇടത്ത് വെറുതെ കിടന്ന് റിയാക്ട് ചെയ്യേണ്ട കാര്യം എന്തുവാ? അങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടല്ലേ എനിക്ക് അസുഖം വരെ വന്നേ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ശരിയാണല്ലോ എന്ന് മനസ്സിലാക്കിയ പിന്നീട് അദ്ദേഹത്തിനെക്കുറിച്ച് അങ്ങേർക്ക് തന്നെ ഒരു ചിരിയാണ്. ഇത്രയും നാൾ എൻ്റെ സമയം കളഞ്ഞു, എൻ്റെ ജീവിതത്തിനെ പാഴാക്കിയല്ലോ, എനിക്ക് അൾസർ വരെ വന്നല്ലോ, ഇങ്ങനെ ഞാൻ ചെയ്തിരിക്കരുതായിരുന്നു എന്ന് വരെ അദ്ദേഹം വിചാരിച്ചു. പിന്നെ അങ്ങേര് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ന്യൂസ് പേപ്പർ വായിക്കും, അതിനെ എടുക്കേണ്ട രീതിയിൽ എടുക്കും, തള്ളേണ്ടത് തള്ളും, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കും, അക്സെപ്റ്റ് ചെയ്യേണ്ടത് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ പോകുന്നു. അത് അങ്ങനെ കുറേശ്ശെ അങ്ങേരുടെ അൾസർ വരെ മാറിക്കിട്ടി. ഞാൻ എന്തിനാണ് ഇത് ഇത്രയും പറയുന്നതെന്ന് വെച്ചാൽ ഇതിനെ ബേസ് ചെയ്താണ് ഞാൻ ഈ ടൈറ്റിൽ കൊടുത്തത്, ഡോണ്ട് റിയാക്ട്, ഓൺലി റെസ്പോണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത് കൊച്ചുങ്ങൾക്ക് വരെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെ നമ്മളൊന്ന് വഴക്ക് പറയുമ്പോഴേ തിരിച്ച് നമ്മളെ ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ അമ്മ ചെയ്തത് മാത്രം ശരിയാണോ, അന്ന് അമ്മ അങ്ങനെ സംസാരിച്ചില്ലയോ, ഞാൻ പറയുമ്പോൾ എന്താ തെറ്റെന്ന് പറയുന്നത്, അമ്മ മാത്രം, നിങ്ങളൊക്കെ മൊബൈൽ നോക്കുന്നു, എനിക്ക് മൊബൈൽ എവിടുന്ന്, എനിക്ക് മൊബൈൽ വേണം, എനിക്ക് മൊബൈൽ വേണ്ടേ, ഇങ്ങനെയൊക്കെ തിരിച്ച് ചോദിക്കുന്ന നമ്മൾ എൻ്റെ പ്രായത്തിലൊന്നും നമ്മളൊന്നും തിരിച്ച് ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല. എന്നുവെച്ചാൽ മനസ്സിൽ തോന്നും ചിലപ്പം, പക്ഷേ ചോദിക്കത്തില്ല. എന്നുവെച്ചാൽ ചോദിക്കാനുള്ള റൈറ്റ്സ് ഇല്ല അവിടെ. നമുക്ക് റൈറ്റ്സ് അവർ തന്നിട്ടില്ല വലിയവർ.
പക്ഷേ ഇക്കാലത്തെ പിള്ളേർക്ക് റൈറ്റ്സ് കൊടുത്തോ ഇല്ലയോ അവരായിട്ടങ്ങ് എടുക്കുക അത്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ഇത് ഇന്ന പ്രായക്കാർക്കെന്നില്ല, ഏത് പ്രായക്കാർക്കാണെങ്കിലും കൊച്ചിലേ തൊട്ടേ ഇത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. പ്രാക്ടീസ് ചെയ്ത് ലൈഫിൽ മുന്നോട്ട് പോകേണ്ട ഒരു വിഷയമാണ്. എന്തുവാ? ഡോണ്ട് റിയാക്ട്, ഓൺലി റെസ്പോണ്ട്. പിന്നെ ഇനി ഒരു 2 എക്സാമ്പിളും കൂടെ പറഞ്ഞ് ഇതിവിടെ നിർത്താം. ഐ ഹേറ്റ് വിമൻ ബട്ട് ഐ ലൈക്ക് മെൻ. അതായത് ഒരു ഓഫീസിലെ ഒരു ബോസിൻ്റെ PA, പ്രൈവറ്റ് സെക്രട്ടറി. ഓക്കെ, ആ PAക്ക് പെണ്ണുങ്ങളെ കണ്ടാൽ ഇഷ്ടമല്ല, ആണുങ്ങളെ മാത്രമേ ഇഷ്ടമുള്ളൂ. അതാണ് ഇങ്ങനെ പറയുന്നത്. ഐ ഹേറ്റ് വിമൻ ബട്ട് ഐ ലൈക്ക് മെൻ. എന്താണെന്ന് വെച്ചാൽ ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന കുറച്ച് പെണ്ണുങ്ങൾ ഇവരെക്കുറിച്ച് അനാവശ്യമായിട്ട് സംസാരിക്കും, കമൻസ് അടിക്കും. അവരുടെ ഡ്രസ്സിങ്ങും അതും ഇതൊക്കെ വെച്ചായിരിക്കും എന്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ട് ആ പ്രൈവറ്റ് സെക്രട്ടറിക്ക് കുറച്ച് ലേഡീസിനെ കണ്ടാലേ ദേഷ്യമാണ്. അപ്പം ഇവർക്ക് ആരാര് ഇവരെക്കുറിച്ച് കമൻസ് അടിക്കുന്നോ അവരെല്ലാം ഒരു സെറ്റ് ചേരുമല്ലോ. അപ്പം ഈ സെറ്റിൻ്റെ അടുത്ത് ഇവർക്ക് ഭയങ്കര ദേഷ്യവും വെറുപ്പുമാണ്. അപ്പോൾ അവരുടെ അടുത്ത് മാത്രം ഈ ലേഡി വളരെ റഫ് ആൻഡ് ടഫായിട്ടാണ് സംസാരിക്കുന്നത്. എപ്പോഴും ഡോമിനേറ്റിംഗ് ടൈപ്പാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പം ഈ കമൻസ് അടിക്കുന്ന ലേഡീസിനുണ്ടല്ലോ, ഇപ്പം ഈ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ദേഷ്യം വരും. അവരെ ഇങ്ങനെ കിണ്ടി വിട്ട് നോക്കുന്ന സ്വഭാവമായി. അതായത് അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ അവരെന്തെങ്കിലുമൊക്കെ കാണിക്കും. അപ്പം ഈ സ്ത്രീ ഇങ്ങനെ തുള്ളാനായിട്ട് കാത്തിരിക്കും. അപ്പം ഇവരെ കാണുമ്പം തന്നെ ആ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഒരു ലേഡിയെ കണ്ടാൽ ഇവർക്ക് ദേഷ്യമാണ്. ഉടനെ ആർഗ്യൂ ചെയ്യും, അധികാര രീതിയിൽ സംസാരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഒരു വെറുപ്പായിരുന്നു. അതുകൊണ്ടാണ് പക്ഷേ ആണുങ്ങൾ ഇതിലൊന്നും വലുതായിട്ടൊന്നും ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. അതുകൊണ്ട് അവർ വരുന്നു, അവരുടെ പാഠവിധി ജോലി നോക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ആണുങ്ങളുടെ അടുത്തു നിന്ന് ഇവർക്ക് നെഗറ്റീവ് റിയാക്ഷൻസ് ഇല്ല, പെണ്ണുങ്ങളുടെ അടുത്തു നിന്നാണ് ഇവർക്ക് നെഗറ്റീവ് റിയാക്ഷൻസ് കൂടുതൽ. അപ്പോൾ ഇവരെക്കുറിച്ച് കഥ പറയുക, വേണ്ടാത്തത് പറയുക, കമൻസ് അടിക്കുക. ഓരോ ദിവസവും ഇപ്പം പറഞ്ഞാൽ ഇവരെന്ത് ഡ്രസ്സ് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, എന്ത് ചെരുപ്പിടുന്നു, എന്ത് ലിപ്സ്റ്റിക് ഇടുന്നു, നെയിൽ പോളിഷ് എന്തുവാ, ഇതൊക്കെ തന്നെ കമൻസ്. ഇതിനെക്കാട്ടിലും വേറെ എന്തോ ഇരിക്കുന്നു വലുതായിട്ട് പറയാൻ. എന്നാലും ഇതൊക്കെ പറയുന്നത് പോലും അവർക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഈ പെണ്ണുങ്ങളുടെ അടുത്ത് അവർ വളരെ ഹാർഷായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഇതും കൊണ്ട് ഡോക്ടർ മർഫിയെ കാണാൻ വന്നു ആ സ്ത്രീ. അപ്പം ഡോക്ടർ മർഫി അവർക്ക് ഒരു സജഷൻ കൊടുത്തു. എന്തുവാ? ഒരു പ്രേയർ. എന്തുവാ? ഐ സജസ്റ്റഡ് എ പ്രോസസ് ഓഫ് പ്രേയർ ടു ദിസ് പ്രൈവറ്റ് സെക്രട്ടറി. ആ പ്രേയർ എന്ന് പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ ഒരുപാട് എഴുതിയിട്ടുണ്ട്. രത്നചുരുക്കത്തിൽ പറയുവാണെങ്കിൽ, ഞാൻ ഈ പ്രേയറിൻ്റെ രത്നചുരുക്കം, ഞാൻ ഈ ഓഫീസിലുള്ള എല്ലാവർക്കും വേണ്ടിയും നന്മ നേരുന്നു. എല്ലാവർക്കും ദൈവം നല്ലത് കൊടുക്കട്ടെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ, സംതൃപ്തിയോട് ജീവിക്കട്ടെ, എല്ലാവരും നന്നാവട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി, ബോസ് തൊട്ട് പ്യൂണ് വരെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അവർ നന്നാവട്ടെ. ഇങ്ങനെയാണ് കുറേ നല്ല വാക്കുകൾ അഫർമേഷൻസ് ഇട്ട് ഒരു പ്രെയർ ഉണ്ടാക്കി കൊടുത്തു. ഈ സ്ത്രീ അത് ദിവസവും പറയാൻ തുടങ്ങിയത് കൊണ്ട് മറ്റേ ഇവരെക്കുറിച്ച് കമൻസ് അടിച്ച സ്ത്രീകൾക്കും ഒരു മാറ്റം. പക്ഷേ സത്യത്തിലും പറഞ്ഞാൽ ഈ പ്രൈവറ്റ് സെക്രട്ടറി അവരുടെ മനസ്സിൽ പറയുന്ന പ്രെയർ മറ്റേ പെണ്ണുങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പം അവർ കുറേശ്ശെ ഇവരെക്കുറിച്ച് പറയുന്ന നെഗറ്റീവ് കമൻസിനെ കുറച്ചു. അതിന് കാരണം ഈ സ്ത്രീയുടെ മനസ്സിൽ, അതായത് ഈ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മനസ്സിൽ പല മാറ്റങ്ങൾ അവർ പറയുന്ന പ്രെയർ കൊണ്ടും ഉണ്ടായി. അതാണ് സത്യം. ഓക്കെ, സോ അവരുടെ ഉപബോധ മനസ്സിൽ നല്ല കാര്യങ്ങൾ വിത്തായിട്ട് ഇട്ടപ്പം
അവർക്ക് ഒരുപാട് നല്ല ഗുണങ്ങൾ വെളിയിൽ വന്നു. അപ്പം അവരെ ഡോമിനേറ്റ് ചെയ്യുന്നത് നിർത്തി. എന്നുവെച്ചാൽ ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരാളിന് വേണ്ടി നന്മ നേരുമ്പം അവരെ ഭരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സംസാരത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ട് മറ്റവർക്കും മാറ്റങ്ങളുണ്ടായി. അപ്പം ഇവരുടെ കൂടെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയി. അപ്പം പ്രോബ്ലം തീർന്നു. ഓക്കെ, അപ്പം ഇവരെന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, അത് ഡോക്ടർ മർഫി എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്കിതറിയാം, മറ്റവരെ നമ്മൾ തിരുത്താൻ നോക്കരുത്, മറ്റവരെ നമ്മൾ മാറ്റിയെടുക്കണമെന്ന് നോക്കരുത്. ആരാ മാറേണ്ടിയേ? നമ്മൾ തന്നെയാണ് സ്വയം മാറണം. നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം കൊണ്ടുവരണം, ചേഞ്ച് കൊണ്ടുവരണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, അവരെ ഡോമിനേറ്റ് ചെയ്യുന്നു, എപ്പോഴും അവരെ ഒരു ചീത്ത കണ്ണോട്ടത്തോടാണ് നോക്കുന്നത്. ഇവരൊക്കെ എന്നെ, അവരൊന്നുമേ പറഞ്ഞില്ലെങ്കിലും ഇവർ നമ്മളുടെ സാരിയാണ് കമൻ്റ് അടിക്കുന്നത്, ഇവരെൻ്റെ ഹൈ ഹീൽസിനെ നോക്കിയാണ് കമൻ്റ് അടിക്കുന്നത് എന്ന് നമ്മളായിട്ട് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ വീണ്ടും വീണ്ടും നമുക്കൊരു നെഗറ്റീവ് അപ്രോച്ചിനെ തോന്നത്തുള്ളൂ. അപ്പം ഡോക്ടർ മർഫി എഴുതിയിരിക്കുക, ദ ഗേൾസ് ബിക്കെയിം co-workers and friends along life journey. ഇവരെ കുറിച്ച് അത്രയും കമൻ്റ് അടിച്ച സ്ത്രീകൾ കോവർക്കേഴ്സ് എന്ന് വെച്ചാൽ അവർക്ക് സഹായിക്കുന്ന രീതിയിൽ, നല്ല രീതിയിൽ സഹപ്രവർത്തകர்களായിട്ട് മാറി. അതുമാത്രമല്ല നല്ല ഫ്രണ്ട്സായിട്ട് മാറി. അപ്പം ഷീ ഡിസ്കവേർഡ് ദാറ്റ്, ആ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മനസ്സിൽ മനസ്സിലായി. എന്തുവാ? അവരുടെ ബുദ്ധിയിൽ നല്ല ഒരു വിഷയം മനസ്സിലായി. എന്തുവാ അത്? ഷീ ഡിസ്കവേർഡ് ദാറ്റ് ദർ ഇസ് നോ വൺ ടു ചേഞ്ച് ബട്ട് യുവർ സെൽഫ്. അപ്പോൾ അവർക്ക് മനസ്സിലായത്, കുറ്റം എൻ്റെ പുറത്താണ്, ഞാനാണ് മാറേണ്ടിയത്, അവരല്ല മാറേണ്ടിയത് എന്ന് അവർ സ്വയം ഞാൻ മാറണം, ഞാനാണ് അവരുടെ അടുത്ത് ഹാഷായിട്ട് സംസാരിക്കുന്നത് എന്നൊക്കെ, ഞാനാണ് അവരെ ഡോമിനേറ്റ് ചെയ്യുന്നത്, എൻ്റെ അപ്രോച്ചിൽ മാറ്റം വേണം എന്ന് അവർ വിചാരിച്ചോ അന്ന് തന്നെത്താനെ അവരുടെ മനസ്സിൽ മാറ്റങ്ങളുണ്ടായി. അപ്പം മറ്റ് പെണ്ണുങ്ങളുടെ അടുത്തും മാറ്റങ്ങളുണ്ടായി. അപ്പം നമ്മുടെ ദേശപിത മഹാത്മാഗാന്ധി വരെ പറഞ്ഞിട്ടുണ്ട്, ദ ചേഞ്ച് വാട്ട് യു എക്സ്പെക്റ്റ്. ആ ചേഞ്ച്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ആ മാറ്റം ഫസ്റ്റ് നിങ്ങളടുത്തു നിന്ന് വേണം തുടങ്ങാൻ. ഞാൻ ഇപ്പം നാട്ടിനെ നന്നാക്കും, ഞാൻ നാട്ടിനെ നേരെയാക്കും എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് ആരുമേ ഒന്നും സാധിച്ചിട്ടില്ല. അപ്പം മഹാത്മാഗാന്ധി തന്നെ പണ്ടേ പറഞ്ഞതാണ്, നിനക്കൊരു മാറ്റം എതിൽ വരണമെന്ന് തോന്നുന്നോ അത് നിൻ്റെ അടുത്തുനിന്ന് തുടങ്ങട്ടെ, നിൻ്റെ അടുത്തുനിന്ന് അത് തുടങ്ങട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊരു എക്സാമ്പിൾ. പിന്നെ മൂന്നാമത്തെ ഉദാഹരണം, അതായത് ഒരു സെയിൽസ്മാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. ആരുടെ? ഡോക്ടർ മർഫി അടുത്ത് വന്നു. ആ സെയിൽസ് മാനേജർ, ഇദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ, ബോസ്, ഇമ്മീഡിയറ്റ് ബോസ്, സെയിൽസ് മാനേജറെ കുറിച്ച് ഒരുപാട് നെഗറ്റീവായിട്ട് പറഞ്ഞു. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ സെയിൽസ് റെക്കോർഡ്സ് എല്ലാം കൊണ്ടുപോയി ഡോക്ടർ മർഫിക്ക് കാണിക്കുന്നു. നോക്കൂ സാറേ, ഞാൻ 10 വർഷം കൊണ്ട് ഇതേ ഓഫീസിൽ ജോലി ചെയ്യുന്നു, എനിക്ക് ഇതുവരെ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടില്ല, എൻ്റെ സെയിൽസ് റെക്കോർഡ് മറ്റവരുടെ സെയിൽസ് റെക്കോർഡ്സിൻ്റെ കൂടെ നോക്കൂ, എനിക്കാണ് നല്ല സെയിൽസ്, ഞാൻ നന്നായിട്ട് ജോലി ചെയ്യുന്നു, പക്ഷേ എൻ്റെ സെയിൽസ് മാനേജർ ഉണ്ടല്ലോ മഹാമോശം, അവൻ എനിക്ക് ഒരു പ്രൊമോഷൻ തന്നിട്ടില്ല, എന്നെ മീറ്റിങ്ങിലൊക്കെ ഞാൻ എന്തെങ്കിലും സജഷൻ തന്നാൽ എന്നെ ഊയാക്കുക, എന്നെ അടിച്ചമർത്തുക, എനിക്കൊരു റെസ്പെക്റ്റ് ഇല്ല, എനിക്ക് പ്രൊമോഷൻ ഇല്ല, ഞാൻ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഇതില്ല, ഇവൻ കൊള്ളരുത്, ഈ സെയിൽസ് മാനേജറെ കൊള്ളരുത് എന്ന് സെയിൽസ് മാനേജറെ കുറിച്ച് കുറേ ഡോക്ടർ മർഫി എടുത്ത് പറഞ്ഞു. അപ്പം ഡോക്ടർ മർഫി ഇങ്ങനെ ആലോചിച്ചു. അപ്പം മർഫിക്ക് തോന്നി, ഈ ചേഞ്ച് ഈ സെയിൽസ്മാൻ ശരിക്കും സെയിൽസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലയെന്നല്ല, പക്ഷേ ഇയാളുടെ മനസ്സിൽ ആ സെയിൽസ് മാനേജറെ കുറിച്ചുള്ള നെഗറ്റീവ് തോട്ട്സ്
അത് ഉള്ളവരെ ഇയാൾക്ക് ഒരു പ്രൊമോഷനും ഇയാൾ സെയിൽസ് മാനേജർ മുഖാന്തരം കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ മർഫി ഒരു പ്രെയർ പറഞ്ഞു കൊടുക്കും. ഓക്കെ, എന്തുവാ അത്? ഒരു പ്രെയർ പറഞ്ഞു കൊടുക്കുന്നു. ഈ സെയിൽസ് മാൻ ഒരു ദിവസം 4-5 പ്രാവശ്യം അതിനെ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്തുവാ? വേറൊന്നുമല്ല, ഈ സെയിൽസ് മാനേജർ നല്ലവനാണ്, അവൻ നന്നായി വരട്ടെ, ഓക്കെ, അവൻ എൻ്റെ സെയിൽസിനെ എന്തെങ്കിലും ഒരു ദിവസം റെക്കഗ്നൈസ് ചെയ്യും, എനിക്ക് പ്രൊമോഷൻ കിട്ടും, അയാൾ നല്ല ആളാണ് എന്നൊക്കെ കുറേ പോസിറ്റീവായിട്ടുള്ള പ്രെയർ പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞപ്പം കുറച്ച് നാളിൽ ഈ സെയിൽസ് മാനേജർ ഇയാളെ വിളിച്ചു. എവിടെ? സാൻ ഫ്രാൻസിസ്കോയിലെങ്ങാണ്ട് ഏതോ ഒരു ബ്രാഞ്ചിൽ വിളിച്ചിട്ട്, നിന്നെ ഞാൻ ഡിവിഷണൽ സെയിൽസ് മാനേജർ ആക്കുന്നു, നിൻ്റെ അടിയിൽ 100 പേര് ജോലി ചെയ്യും, അപ്പോൾ ഈ 100 പേരെയും മോണിറ്റർ ചെയ്യേണ്ടതാണ് നിൻ്റെ ജോലി, അപ്പോൾ ഡിവിഷണൽ സെയിൽസ് മാനേജർ ആക്കുന്നു, നിനക്ക് ശമ്പളം കൂട്ടിത്തരുന്നുണ്ട്, ഈ 100 പേരെയും നീ ഒബ്സർവ് ചെയ്ത് എനിക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പോൾ ഈ സെയിൽസ് പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അത് ഇതിലെന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, ഹിസ് ഇന്നർ സ്പീച്ച് ഹെൽഡ് ബാക്ക് ഹിസ് പ്രൊമോഷൻ. അപ്പോൾ ഈ സെയിൽസ്മാന് എന്തുകൊണ്ട് ഈ 10 വർഷമായിട്ട് പ്രൊമോഷൻ ഇല്ലാതെ പോയതെന്ന് വെച്ചാൽ, ഈ സെയിൽസ് മാനേജറെ കുറിച്ച് ഇങ്ങേരുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്ത, തെറ്റായിട്ടുള്ള അഭിപ്രായം, തെറ്റായിട്ടുള്ള ഒരു ചിന്തയാണ് ഇദ്ദേഹത്തിനെ ഈ ഒരു പ്രൊമോഷനും കിട്ടാതെ പിൻവലിച്ചുകൊണ്ടിരുന്നത്. എപ്പോൾ ആ സെയിൽസ് മാനേജറെ കുറിച്ച് ഒരു പോസിറ്റീവ് തോട്ട് വന്നോ, കുറച്ച് നാളിൽ പോസിറ്റീവ് തോട്ട് എങ്ങനെ വന്നു? പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സെയിൽസ് മാനേജറിന് വേണ്ടി ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിനെ കുറിച്ചുള്ള നെഗറ്റീവ് ഐഡിയാസ് എല്ലാം മാറ്റിയപ്പം ഓട്ടോമാറ്റിക്കലി ഇങ്ങേർക്ക് പ്രൊമോഷൻ കിട്ടിയത് വലിയ പ്രൊമോഷനാണ്. ഡിവിഷണൽ സെയിൽസ് മാനേജറായിട്ട് നല്ല ഹൈക്ക് ഇൻ സാലറിയോടുകൂടി അങ്ങേർക്ക് കിട്ടി. അപ്പം ഇതിൽ നമുക്ക് എന്തുവാ മനസ്സിലാക്കേണ്ടേ? നമ്മളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി. പിന്നെ ഡോണ്ട് റിയാക്ട്, ഓൺലി റെസ്പോണ്ട്. അതുമാത്രമല്ല, മറ്റവരെക്കുറിച്ച്, അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ജോലിക്ക് ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ എപ്പോഴും ഇന്ന് സെയിൽസ് മാനേജർ വിളിക്കുന്നു, ഇയാളെ വഴക്ക് പറയുന്നു, അയാളുടെ കൂടെ ആർഗ്യൂ ചെയ്യുന്നു, ഈ വാദപ്രതിവാദം നടക്കുന്നു, ഉടനെ ഇയാൾ തിരിച്ച് സീറ്റിൽ വന്നിരിക്കുന്നു. അങ്ങനെയാണ് ദിവസവും ഇത് കണ്ടുകൊണ്ടിരുന്നത് മനസ്സിൽ, ജോലിക്ക് പോകുമ്പം തന്നെ. പിന്നെ ജോലിക്ക് പോയാൽ സംഭവിക്കുന്നത് അത് തന്നെയാണ്. അങ്ങനെ 10 വർഷം ഇങ്ങനെ ഒരു പോരാട്ടത്തിലായിരുന്നു. അതിനെ ഈ പോസിറ്റീവ് പ്രെയർ കൊണ്ട്, അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രോബ്ലംസ് എല്ലാം സോൾവായി. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഈ റിലേഷൻഷിപ്പിൽ, ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും അതിനെ നമ്മളുടെ ഉപബോധ മനസ്സുകൊണ്ട് എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഇതിനൊക്കെ എന്തിനാണ് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളുണ്ട്. അത് പ്രൈവറ്റ് സെക്രട്ടറി ആകട്ടെ, ബോസ് അതിൻ്റെ താഴെയുള്ള ആളാകട്ടെ, മാനേജറാവട്ടെ, പ്യൂണാകട്ടെ, ലേഡീസ് ആകട്ടെ, ജെൻസ് ആവട്ടെ, എല്ലാ ഓഫീസിലും ഇതുപോലെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാനും ഒരു സെൻട്രൽ ഗവൺമെൻറ് ഓഫീസിലാണ് ജോലി ചെയ്തത്. പക്ഷേ അത് സ്കൂളായതുകൊണ്ട് അതിൽ പ്രോബ്ലങ്ങളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അത് വേറെ രീതിയിലുള്ള പ്രോബ്ലങ്ങൾ, പിള്ളേരുടെ പ്രോബ്ലങ്ങൾ, ടീച്ചേഴ്സിൻ്റെ പ്രോബ്ലങ്ങൾ, പേരൻസിൻ്റെ പ്രോബ്ലങ്ങൾ, പിന്നെ പബ്ലിക്കിൻ്റെ പ്രോബ്ലങ്ങൾ. ഓക്കെ, അതും പ്രിൻസിപ്പളായിട്ടൊക്കെ ഇരുന്നപ്പോൾ കേൾക്കേ വേണ്ട. രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ കേൾക്കുന്നത് ഇത് തന്നെയാണ്. ഏത് ഭാഗത്ത് തിരിഞ്ഞാലും പ്രോബ്ലങ്ങളാണ്. പ്രോബ്ലങ്ങളെ കൊണ്ടാണ് ആളുകൾ നമ്മളെ കാണാൻ വരുന്നത്. അല്ലാതെ ഒരു നല്ല വാക്ക്, നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ കൊള്ളാം, നിങ്ങൾ വന്നേ പിന്നീട് സീറ്റ് ഇരുന്നേ പിന്നീട് സ്കൂൾ നന്നായിട്ട് വരുന്നുണ്ട്,
ഒരാളും ഇതുവരെ വന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ മനസ്സിൽ കാണുമായിരിക്കും. പക്ഷേ ആളുകൾ നമ്മളെ തേടി വന്ന് കാത്തിരുന്ന് പറയുന്നത് മറ്റവരെ ഉള്ള കുറ്റങ്ങളും അതും ഇതും അവരുടെ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പം എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവർ ഈ വീഡിയോ കാണുക, ഈ പ്രെയർ മെത്തേഡ് തുടങ്ങുക. സബ് കോൺഷ്യസ് ആയിട്ട് നമുക്ക് ആര് ഉപദ്രവിക്കുന്നോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാം നേരെയാവും. ഓക്കെ, ദൈവം എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നന്ദി, നമസ്കാരം.